ഹായ്, വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴണ്ടി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ചെറിയ സബോളയും കുറച്ച് വേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു 3 പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റണം. ഈ സബോളൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആണ് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സബോളൊക്കെ ചെറുതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ മസാലക്കൊത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് അതിൻ്റെ ആ മസാലക്കൊത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതെല്ലാം ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടൊന്ന് കുക്ക് ചെയ്യാം. തക്കാളി ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് അല്പസമയം ഒന്ന് അടച്ച് വെക്കാം. ഇപ്പം നമ്മളിത് അടച്ച് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ്, ഒരു വലിയ ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം കട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മസാലയിലൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഈ ഉരുളൻകിഴങ്ങൊക്കെ ഈ മസാലയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റേജിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എഗ്ഗാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വരിഞ്ഞായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഈ എഗ്ഗൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടൊന്ന് കുക്ക് ചെയ്യാം. എഗ്ഗിൽ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളിത് അടച്ചു മൂടി വെച്ചിട്ട് 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം നന്നായിട്ട് തിളച്ച് ചെറുതായിട്ട് ഈ ചാറൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്ക് ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി, തിളക്കണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടത് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇത് മൺചട്ടിയിലായതുകൊണ്ട് ചൂട് പോകാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കറി ഒരു പിരിഞ്ഞ പോലെ ആവും. ഇനി നമുക്ക് ഈ കറി ഒന്ന് കാച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 3 ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്